നമസ്കാരം. പാർട്ടിയിലേക്ക് എന്നെ കൊണ്ടുവരുന്നത് തൃക്കരിവായിലുള്ള വിക്രമൻ എന്ന് പറയുന്ന സഖാവാണ്. അവിടുത്തെ SC വിഭാഗത്തിൽപ്പെട്ട ഒരു സഖാവാണ്. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ MABB എന്ന കൊല്ലംകാരൻ CPMന്റെ ദേശീയ സെക്രട്ടറി ആയിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണ് എന്ന് ഒരൊറ്റ വാചകത്തിലൂടെ അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ഈ വിപ്ലവത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവന്നത് വിക്രമൻ എന്ന് പറഞ്ഞ ഒരു സഖാവാണ്. അദ്ദേഹം SC വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്തിനാണ് ജാതി പറയുന്നത്? EMS ഒരാളെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ EMS എന്ന നമ്പൂതിരിയാണ് അല്ലെങ്കിൽ ബ്രാഹ്മണനാണ് തന്നെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് എന്നാരും പറയാറില്ലല്ലോ. പിന്നെ എന്തിനാണ് MABB ഇവിടെ SC വിഭാഗത്തിൽപ്പെട്ട ആളാണ് വിക്രമൻ എന്ന് എടുത്തു പറയേണ്ട കാര്യം എന്താണ്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അയാൾ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPMന്റെ ദേശീയ സെക്രട്ടറി ആവാനുള്ള യോഗ്യനായത്. ആദ്യം ഇങ്ങനെ ഒരാൾ CPMന്റെ ദേശീയ സെക്രട്ടറി ആയെന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യത എന്താണ് എന്നൊക്കെ ചിലരൊക്കെ സംശയിച്ചിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും സംശയം മാറിയില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജാതി വ്യത്യാസമുണ്ട്, ജാതി പറയാറുമുണ്ട് എന്ന് അയാൾ തന്നെ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ ചിലർക്കെങ്കിലും സംശയം തോന്നും, ഈ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പറയുന്ന വിക്രമൻ ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്ന്. അതോടെ ഈ മഹാൻ്റെ വായിൽ നിന്ന് കേൾക്കാം. കാഞ്ഞാവിളിയിൽ തെക്കേച്ചേരിയിൽ അവിടെ LC സെക്രട്ടറി ആയ സഖാ വിക്രമൻ ഇപ്പോഴും ഉണ്ട്. അതെ, MABB എന്ന ഇപ്പോഴത്തെ CPMന്റെ ദേശീയ സെക്രട്ടറിയെ ഈ വഴിയിലേക്ക് കൊണ്ടുവന്ന വ്യക്തി വിക്രമൻ എന്ന SC വിഭാഗക്കാരനാണ്. അദ്ദേഹം ഇപ്പോഴും ലോക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അദ്ദേഹം ദളിതനല്ലേ? അത്രയൊക്കെ മതി. എത്ര വർഷം മുമ്പത്തെ കാര്യമാണെന്ന് ഓർക്കുക, എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞെന്ന് ഓർക്കുക. ഈ MABBക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ഈ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ കൊണ്ടാണ് ഇത് നേടിയെന്ന് പറയാനായിട്ട് അങ്ങനെ വലിയ വിദ്യാഭ്യാസമൊന്നും ഉള്ള ആളൊന്നുമല്ല ഈ MABB. അപ്പോൾ MABB പലതവണ മന്ത്രിയായി ഇപ്പോൾ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആയിരിക്കുന്നു. ഇയാളെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന ആൾ ഇപ്പോഴും ലോക്കൽ കമ്മിറ്റി ലോക്കൽ സെക്രട്ടറി ആയിട്ട് മാത്രം ഇരിക്കുന്നു. എന്തുകൊണ്ട്? അദ്ദേഹം ദളിതനാണ്, അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു ദളിതന് അത്രയൊക്കെ വളർന്നാൽ മതി. പരസ്യമായിട്ട് പച്ചയ്ക്കും ജാതി പറയുക, അതിനുശേഷം തന്നെ കൊണ്ട് ഈ പാർട്ടിയിലേക്ക് കൈപിടിച്ച് കയറ്റിയ ആൾ ഇപ്പോഴെന്ത് ചെയ്യുകയാണ് എന്നുകൂടി അറിയാതെ തുറന്നു പറയുക. ആ വ്യക്തി, അതായത് MABB എന്ന വ്യക്തി CPMനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒന്നാമത്തെ വ്യക്തിയായിട്ട് ഇരിക്കുകയും ചെയ്യുക. അത് അയാളുടെ കഴിവ് കൊണ്ട് നേടിയെടുത്തൊരു സ്ഥാനമാണെങ്കിൽ നമുക്കങ്ങനെ പറയാം, മറ്റേയാൾ ഗുരുവായിട്ട് കണ്ടിരുന്ന ആൾ ഇപ്പോഴും താഴെത്തട്ടിൽ തന്നെ കിടക്കുന്നു, ഈ ശിഷ്യൻ കയറി പോയി എന്ന് പറയാം. പക്ഷേ അങ്ങനെ പറയാനായിട്ട് വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒന്നും ഉള്ള വ്യക്തിയൊന്നുമല്ല ഈ MABB. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം MABB ദളിതനല്ല, അതുകൊണ്ട് MABB കയറിപ്പോയി. MABBയെ പിടിച്ച് കയറ്റിയ ആൾ ദളിതനാണ്. വിക്രം എന്ന് പറഞ്ഞൊരു സഖാവാണ്, ഒരു അപ്പാവി സഖാവാണ്. അതുകൊണ്ട് ഇത്രയും പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ മനുഷ്യൻ വെറും ലോക്കൽ കമ്മിറ്റി ലോക്കൽ സെക്രട്ടറി ആയിട്ട് മാത്രം അവിടെ ഇരിക്കുന്നു. ഈ പാർട്ടി പൊളി പാർട്ടിയാണ് കേട്ടാ. പാർട്ടിയിലേക്ക് എന്നെ കൊണ്ടുവരുന്നത് തൃക്കരിവായിലുള്ള വിക്രമൻ എന്ന് പറയുന്ന സഖാവാണ്. അവിടുത്തെ SC വിഭാഗത്തിൽപ്പെട്ട ഒരു സഖാവാണ്. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്.